ജോസഫ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പറയാമെന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ DAGയുടെ വേട്ട, എന്നിട്ട് പറയാം. സാമ, നീ DAG ഒന്ന് വിളിച്ചിട്ട് പറ, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ അതേ വന്നല്ലോ. അല്ല അരുത്. എന്താണ് എത്ര നേരമായി? എടാ എന്ന് പറഞ്ഞാൽ പാലാവട്ടം മുഴുവൻ ബ്ലോക്കല്ലേ? എന്താ കാര്യം? വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. എന്താ ജോസഫേട്ടാ? മക്കളെ, എൻ്റെ കാര്യം നിങ്ങൾക്കറിയാവുന്നല്ലേ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്വന്തം നാട് വിട്ട് ഇവിടെ ജീവിക്കേണ്ടി വന്ന ഒരുത്തനാണ് ഞാൻ. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കി. ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല. പിന്നെ നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയാണ് പ്രീതിയെ പരിചയപ്പെടുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അല്ല ജോസഫേട്ടാ, ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത്? കാരണം ഉണ്ട് ദൈവമോനെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങൾക്കും നിങ്ങൾ സാക്ഷികളാണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്റ്റോണിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവാണോ? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തീരുമാനമെടുത്തു. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. തീരുമാനം ഞാൻ ഒറ്റയ്ക്കല്ല എടുത്തത്. ഞാനും പ്രീതി ചേർന്ന് എടുത്തത്. പ്രീതി പറയുന്നോ? ഇല്ല, ജോസഫേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. ഇനിയുള്ള കാലം ഞങ്ങൾ ഒരു ജീവിക്കാൻ തീരുമാനിച്ചു. നാളെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹമാണ്. നിങ്ങളെല്ലാവരും കൊണ്ട് ഞങ്ങളെ എല്ലാം പെട്ടെന്നായി. ഒന്ന് മാറി. മുതലാളി, ഞാനെന്തിനും തെറ്റിയതിന്റെ മുതലാളി എന്നോട് പൊറുക്കണം. പിരിച്ചുവിടരുത്. കൈപ്പെട്ടൂര് പറഞ്ഞു ചിങ്ങത്തിൽ തന്നെ നടത്തണമെന്ന്. എന്നാ പിന്നെ നടന്ന് ഞാനും വെച്ചു. അംഗം കുറിച്ചോളി ജോസഫ് ചേകവരെ, ഞങ്ങളെത്തും. പൊളിക്കാം. കൊല്ലണോ?